രാജ്യം തീ കൊണ്ട് കളിച്ചു കത്തിയപ്പോൾ. കഥ നടക്കുന്നത് ശ്രീലങ്കയിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തമിഴരും സിൻഹളരും ഐക്യത്തോടെയായിരുന്നു അവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഒരു വംശീയ കലാപം പോലും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടാവാതെ ലങ്കയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് 1956 മുതലാണ്. ലങ്കയിലെ തമിഴ് സമൂഹത്തിലെ പല മേഖലയിലും ആനുപാതിക പ്രാതിനിധ്യത്തിലും അധികമായിരുന്നു. 1921 ഒരു പഠനപ്രകാരം 28% വക്കീൽമാർ തമിഴരായിരുന്നു. 1940 ഒരു പഠനപ്രകാരം തമിഴിൽ ശ്രീലങ്കയിലെ ഡോക്ടർമാരിൽ 44%, സർക്കാർ ഉദ്യോഗസ്ഥരിൽ 30%, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരിൽ 40%. 1956 രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു ഇടതുപക്ഷ നേതാവ് ലങ്കയിൽ ഉയർന്നു വന്നു. പേര് സോളമൻ ഭണ്ഡാരനായികെ. ഇദ്ദേഹം ഈ കണക്കുകൾ കാണിച്ചുകൊണ്ട് സിൻഹളരുടെ ജോലി തമിഴർ തട്ടിയെടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി അവർക്ക് സംവരണം പോലെ പലതും വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ കയറി. പറഞ്ഞ പല ന്യായങ്ങളുമായി മുന്നോട്ട് പോവാത്തതിൽ വെറുപ്പ് പിടിച്ച ഒരു സിൻഹള തീവ്രവാദി ഭണ്ഡാരനായികയെ വെടിവെച്ചു കൊന്നു. പിന്നീട് വന്ന സർക്കാരുകൾ സംവരണ നയങ്ങൾ കൂടുതൽ ശക്തമാക്കി. കുറഞ്ഞ മാർക്കുമായി സിൻഹളർ ജോലിയും കോളേജ് സീറ്റും നേടിയപ്പോൾ കഴിവുള്ള തമിഴർക്ക് കോളേജിനും ജോലിക്കും പുറത്തു നിൽക്കേണ്ടി വന്നു. ഇതെല്ലാം തമിഴരുടെ പ്രക്ഷോഭങ്ങളിലേക്ക് വഴിവെച്ചു. അത് ലങ്കൻ സർക്കാർ മുന്നും പിന്നും നോക്കാതെ അടിച്ചമർത്തി. ഇത് LTTE പോലെ പല തമിഴ് സായുധ സേനകളുടെയും പിറവിയിലേക്ക് വഴിവെച്ചു. ഒടുവിൽ ശ്രീലങ്ക ആഭ്യന്തര യുദ്ധത്തിലായി നാട് കത്തിയെരിഞ്ഞു. ഇതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രീലങ്കയിൽ വരുത്തിവെച്ചത്. ഇതാണ് സർക്കാർ കഴിവിന് പകരം സ്വത്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്.